കാറ്റേ നീ വീശരുതിപ്പോൾ. നേർത്ത ഒരു കാറ്റ് മതി ചെറുക്കള ബേർക്കയിലെ ആമിനയും കുഞ്ഞുമോനും ചതഞ്ഞമരാൻ. പൊളിഞ്ഞു വീഴാറായ വാടകമുറിയിൽ പേടിച്ചു കഴിയുന്ന ഉമ്മയും മോനും സങ്കട കാഴ്ചയാവുന്നു. ഒരു കഷ്ണം കാരക്കയും ഒരു ഗ്ലാസ് പച്ചവെള്ളവും കൊണ്ട് നോമ്പ് മുറിക്കും. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് ഉപ്പിട്ട കഞ്ഞി. കറി എന്നത് അവരുടെ വിദൂര സ്വപ്നത്തിൽ മാത്രമുള്ള ഒന്നാണ്. അതിനിടയിൽ തകർന്നു നിൽക്കുന്ന മേൽക്കൂര കുഞ്ഞുമോന്റെ ഇളമേനിയിലേക്ക് വീഴുന്നുണ്ടോ എന്ന് നോക്കണം. അവന് മഴയേൽക്കാത്ത പ്ലാസ്റ്റിക് ഷീറ്റിനിടയിൽ സുരക്ഷിതമാക്കണം. ഇസ്രായേൽ ഭീകരർ ബോംബപ്പം ചുട്ട് കളിക്കുന്ന ഫലസ്തീനിലെ ഗാസയിലെ കഥയല്ല പറഞ്ഞു വരുന്നത്. ഇത് ചെറുക്കള ബേർക്കയിൽ താമസിക്കുന്ന ഒരു ഉമ്മയുടെയും 3 പിഞ്ചുകുട്ടികളുടെയും കഥയാണ്. കാര്യം പറയും മുമ്പ് ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചോട്ടെ, അയ്യോ പാവം എന്ന സഹതാപം മാത്രം ആവശ്യമില്ല. പറ്റുമെങ്കിൽ അവരുടെ പട്ടിണി മാറ്റാൻ കൈകോർക്കുക. ആ പാവങ്ങളുടെ ഒരു വീടെന്ന സ്വപ്നത്തിനു വേണ്ടി ആവുന്നതെല്ലാം ചെയ്യുക. അല്ലെങ്കിൽ ഉള്ളുരുകി ഒന്ന് പ്രാർത്ഥിക്കുക. അക്ഷരങ്ങൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത ചില കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അതിലൊന്നാണ് ഈ ജീവിതങ്ങൾ. സുള്ളിയ സ്വദേശിനിയായ ആമിനയും 3 കുഞ്ഞുങ്ങളുമാണ് ദുരിതത്തിന്റെ ജീവിതം നയിക്കുന്നത്. നാടുനീള ഇഫ്താർ സംഗമങ്ങൾ പൊടിപൊടിക്കുമ്പോൾ, ഇന്നിന്റെ നോമ്പുതുറയുടെ വിഭവങ്ങളിലേക്ക് ചിക്കനും മട്ടണും വെജ് ബിരിയാണിയും ഒന്നിച്ചെത്തുമ്പോൾ, ഭക്ഷണം കണ്ടുമടുത്ത ആളുകൾക്ക് മുന്നിൽ ആമിനയുടെ ജീവിതം ഒരു ചോദ്യമായി മിഴിച്ചു നിൽക്കുന്നു. സത്യം, ഇന്നലെയും അവർ നോമ്പ് തുറന്നത് ഒരു കഷ്ണം കാരക്കയും പച്ചവെള്ളവും കുടിച്ചിട്ടായിരുന്നു. പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞ് സുന്ദരമായൊന്ന് ഭക്ഷിക്കാൻ അവർക്ക് മുന്നിൽ പൊരിച്ചതും വറുത്തതുമില്ല. ഉപ്പിട്ട കഞ്ഞിയാണ് അവരുടെ കൺമുന്നിലെ ഏറ്റവും വലിയ ബിരിയാണി. വ്യത്യസ്തങ്ങളായ പഴച്ചാറുകളും അപ്പത്തരങ്ങളും കൺമുന്നിൽ നിറയുന്ന നോമ്പുതുറ. റോള്, പപ്സ്, ഉള്ളിവട, സമൂസ. നമ്മുടെ നോമ്പുതുറ വിഭവങ്ങളുടെ എണ്ണം നീണ്ടു പോകുമ്പോൾ തൊട്ടടുത്ത് പട്ടിണി കിടക്കുന്ന പാവങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട് എന്ന സത്യത്തിന് ആമിനയുടെ ജീവിതം അടിവരയിടുന്നു. ഇത് ആമിനയുടെ പരാതിയോ പരിഭവമോ അല്ല. കാരണം ഭക്ഷണത്തെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രം: എനിക്ക് വീടൊന്നും വേണ്ട, നിസ്കരിക്കാൻ, മഴ നനയാതെ കുഞ്ഞുമോനെ ചേർത്ത് പിടിക്കാൻ ഒരു മുറി, അത് മാത്രം മതി. അതിനെ ഞാൻ വീടെന്ന പേരിട്ട് വിളിച്ചോളാം. മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഓടുകൾ, അങ്ങിങ്ങായി ഇളകി നിൽക്കുന്ന പഴകി ദ്രവിച്ച വാടകമുറിയിലിരുന്ന് സങ്കടം പറയുമ്പോൾ ആമിനയുടെ കണ്ണ് നിറയുകയാണ്. തുറക്കല് കാരക്കയും വെള്ളം കൊണ്ട് തുറക്കുന്നു. ഇരിക്കുന്ന ചെറിയൊരു കൂട് കിട്ടിയാൽ മതി. പ്ലാസ്റ്റിക്കും കെട്ടി ഞാൻ ഇരിക്കട്ടെ, നിസ്കരിക്കാനും കിടക്കാനുള്ള സ്ഥലം അത്ര കിട്ടിയാൽ മതി. എനിക്ക് ഇവിടെ ഇരുന്ന് 1 കൊല്ലമായി. 4 മൈലിൽ 2 കൊല്ലം ഉണ്ടായി. ഫുള്ള് ചോരുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനും കുഞ്ഞി ഇരുന്നിട്ട് നേരം വിളിക്കല്. ഫുള്ള് പ്ലാസ്റ്റിക് കെട്ടിയിട്ട് അതിലും കൂടെ ചോരുന്നു. മതല്ലേ കൂടിയിട്ട് വെള്ളം വന്നിട്ട് ഫുള്ള് വീടെല്ലാം പൊളിഞ്ഞ് വീണിട്ട് എന്തുമില്ല കാറ്റത്ത്. വീടുകൾ ആവശ്യത്തിനുമപ്പുറം അലങ്കാരമാക്കി മാറ്റുന്ന കാലത്ത് നമ്മൾ ആമിനയുടെ മുറി കണ്ടാൽ കരഞ്ഞു പോകും. നമ്മുടെ മുറ്റത്ത് നിരത്തിയ ഇന്റർലോക്കിന്റെ കാശുണ്ടായിരുന്നുവെങ്കിൽ ആ ഉമ്മാക്കും കുഞ്ഞുമോനും മഴയെയും കാറ്റിനെയും പേടിക്കാതെ കിടന്നുറങ്ങാമായിരുന്നു. ഓരോ തുള്ളി മഴയും അവരുടെ മേനിയിലേക്കാണ് പെയ്തിറങ്ങുന്നത്. നല്ല മഴയുള്ള ദിവസം മുറി വെള്ളം നിറഞ്ഞ് പാടം പോലെയാവും. കിടക്കുന്ന മുറിക്കുള്ളിൽ ഒരു പ്ലാസ്റ്റിക് കെട്ടിവെച്ചിട്ടുണ്ട്. അതിലെ വെള്ളം മുറിക്കുള്ളിൽ തന്നെ വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് പോകും. കനത്ത മഴയുള്ള സമയത്ത് മിനിറ്റുകൾ കൊണ്ട് അതിനെ കാലിയാക്കണം. 1.5 വയസ്സുള്ള കുഞ്ഞുമോൻ ആബിദിനെ അതിനരികിലെ തൊട്ടിലിൽ കിടത്തും. പലപ്പോഴും മഴത്തുള്ളികൾ മോന്റെ ദേഹത്താണ് വീഴുന്നത്. കഴിഞ്ഞ ആഴ്ച ആരോ ഒരാൾ പ്ലാസ്റ്റിക് വാങ്ങി നൽകുന്നത് വരെ മഴ നനയാൻ മാത്രമായിരുന്നു വിധി. ആമിന പറയുന്നു, ഉറങ്ങാറേയില്ല. തിണ്ണയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ തണുത്തു വിറക്കും. പിന്നെ കാറ്റ് വരുമ്പോഴൊക്കെ വല്ലാത്ത പേടിയാണ്. ഓടുകളൊക്കെ ഇളകിയാടുമ്പോൾ മുറി തകർന്നു വീഴുമെന്ന് തോന്നും. അതിനിടയിലും ആ കുഞ്ഞുമോൻ തൊട്ടിലിനടിയിൽ കിടന്ന് മോണ കാണിച്ച് ചിരിക്കുന്നു. അവനറിയില്ലല്ലോ ഏതു നേരവും അപകടം വന്നേക്കാവുന്ന മേൽക്കൂരക്കടിയിലാണ് ഞാനും ഉമ്മയും കഴിയുന്നതെന്ന്. 10 വർഷം മുമ്പ് പ്രസവിച്ച് കിടക്കുമ്പോൾ വീണ് പരിക്കേറ്റതിനാൽ ആമിനയുടെ ഇടതുകാലിന് ശേഷി കുറവാണ്. മുട്ടിന്റെ ചിരട്ട എടുത്തു മാറ്റിയിട്ടുണ്ട്. തണുപ്പിൽ നിൽക്കാൻ പാടില്ലെന്ന് അന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആമിന സദാസമയവും ചെളിക്കുളത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കാലുകൾ മരവിച്ചു പോവുകയാണെന്ന് ആമിന സങ്കടപ്പെടുന്നു. അതോടൊപ്പം 2 മാസം മുമ്പ് കുഞ്ഞിന്റെ കാല് വീണൊടിഞ്ഞിരുന്നു. അത് സുഖമായി വരുമ്പോഴേക്ക് കഴിഞ്ഞ മാസം കൈയും ഒടിഞ്ഞു. കൈ ഒടിഞ്ഞ് മോൻ നിലവിളിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. കാരണം കയ്യിൽ നയാ പൈസ പോലും ഉണ്ടായിരുന്നില്ല.
പിന്നീട് ആകെ ഉണ്ടായിരുന്ന ഒരു മണ്ണെണ്ണ സ്റ്റൗ 200 രൂപയ്ക്ക് വിറ്റ് ഗവൺമെൻറ് ആസ്പത്രിയിൽ പോയി അവൻ്റെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. മറ്റു 2 കുട്ടികളായ ഷാഹിനും ഷിഹാബും യത്തീംഖാനയിൽ പഠിക്കുന്നു. അവധിക്ക് അവർ വീട്ടിൽ വരും. മക്കൾ അരികിൽ വരുന്നത് ഏതൊരു ഉമ്മാക്കും ആഹ്ലാദത്തിൻ്റെ കാര്യമാണെങ്കിൽ ആമിനയ്ക്ക് മാത്രം അത് സന്തോഷത്തിൻ്റെതല്ല. കാരണം തകർന്നു വീഴുന്ന വീടിനുള്ളിലേക്ക് മക്കൾ വരുമ്പോൾ ആ ഉമ്മക്ക് പേടിയേറുകയാണ്. ഏതു സമയവും ആ മുറി തകർന്നു വീണേക്കാം. അതുകൊണ്ട് തന്നെ മുറിയുടെ ഉടമസ്ഥൻ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു, മുറി ഒഴിയണം, അല്ലെങ്കിൽ അപകടമാണ്. പക്ഷേ പോകാൻ വേറെ ഇടമില്ലാത്തതിനാൽ ആമിന ആവശ്യത്തിന് മുന്നിൽ മിഴിച്ചു നിൽക്കുന്നു. വാർത്ത ചെയ്തിറങ്ങുമ്പോൾ ആമിന പിന്നെയും പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി ചെളിയില്ലാത്ത വൃത്തിയുള്ള ഒരു സ്ഥലം, മഴയും വെയിലുമേൽക്കാതെ തലചായ്ക്കാൻ ഒരു തുണ്ട് ഭൂമി, അതുമാത്രം മതി. അപ്പോഴും ആ കുഞ്ഞുമോൻ തൊട്ടിലിൽ കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവനറിയില്ലല്ലോ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ മുലയിൽ പാലുണ്ടാവില്ലെന്ന്. മഴ വന്നാൽ ആ മേൽക്കൂര മുഴുവൻ എൻ്റെയും ഉമ്മയുടെയും ദേഹത്തേക്ക് ഇളകി വീഴുമെന്ന്. ഓരോ മുറിയിലും എസിയും ടിവിയും വെച്ച് സമ്പത്തിൻ്റെ മേനി വിളിച്ചു പറയുമ്പോൾ ഈ ഉമ്മയുടെ ദുരിതം ഒന്ന് കാണാൻ കഴിയുമോ നമുക്ക്? ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം എബി കുട്ടിയാനം, കാസർഗോഡ്.